എനിക്കറിയാം. ഞാൻ പഠിച്ചേ ഇനി നേരെ ലോറിയിലേക്ക്. കാലെല്ലാം മസിൽ ചേട്ടാ. അതെന്താ പക്ഷെ ഭയങ്കര ഫീല്. കാരണം ഇത് കാറല്ലല്ലോ, ഒരു ഹെവി വണ്ടിയിലുള്ള പാടന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മുടെ ചാനലിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ കാറിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. ആ കാറ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാധാരണ കാർ ആവാൻ പാടില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടാറ്റ സുമോ ആണ്. അപ്പോൾ ടാറ്റ സുമോ അറിയാം, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കിടിലം അല്ലേ, ഒരു ടാറ്റയുടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ടാറ്റ സുമോ. വണ്ടി 2006 മോഡൽ BS2 വേരിയൻ്റാണ് വണ്ടി ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ആദ്യം വണ്ടീൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ മറ്റുള്ള വണ്ടികളെ പോലെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ സാധനം പൊളിയാണ്. പൊളിയെന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ. ഓടിക്കുകയാണെങ്കിൽ സുമോ ഓടിക്കണം. ഈ ബെൻസും കാര്യങ്ങളൊന്നും ഓടിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എക്സ്ട്രീം ഫീലാണ് സുമോ വരുന്നത്. കാരണം പവർ സ്റ്റിയറിംഗ് ഇല്ല, നമ്മളിപ്പോൾ ഫസ്റ്റിലിട്ടാലും ഗിയർ എടുക്കുന്നത് 3-ോ 4-ലായിരിക്കും. അത് പറ്റി പിടിച്ച് പിന്നെ നമ്മൾ സെക്കൻഡിൽ തന്നെ ഒന്ന് ഓർമ്മിച്ചിടണം. അപ്പോൾ ഗിയർ എന്നെല്ലാം പറഞ്ഞാൽ പൊളി പൊരിച്ചങ്ങ് കിട്ടണം ഗിയറല്ലോ. ശരിക്കും വണ്ടി ലോറിൻ്റെ എല്ലാം ഗിയറെല്ലാം ഇടുന്നില്ല. കാരണം ശരിക്കും ഇത് കാറാ ഓടിക്കുന്നുള്ള ഒരു ഫീലല്ല വണ്ടി. വലിയ ഹെവി വണ്ടി ഓടിക്കുന്ന അതേ ഫീലാണ് വണ്ടി തരുന്നത്. സ്റ്റിയറിംഗ് ആണെങ്കിൽ തിരിച്ച് നമ്മളൊരു വഴിയാവും. അപ്പോൾ സെറ്റ് സാധനം. ഞാനിതൊന്ന് ഓടിച്ചപ്പോഴത്തേക്കും ഫുൾ ടയർഡ്. ക്ലച്ച് കുറച്ച് ടൈറ്റാണ്, അതായത് ഹെവിനെസ് ആണ് വണ്ടി ഫുള്ള്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം വണ്ടീൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് തുടങ്ങാം അല്ലേ, എന്നിട്ട് വണ്ടീൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്കും പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇന്നത്തെ വണ്ടികളെ പോലെ 100 കൂട്ടത്തിന് ഫങ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ ആദ്യം വരുന്നത് സ്പീഡോമീറ്ററാണ്. വണ്ടി 100 കഴിയുന്നുണ്ട്. നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടി അവനെ 100ൻ്റെ മുകളിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഫ്യൂവലിൻ്റെ വരുന്നുണ്ട്. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ 60-65 അങ്ങനെയാണ് കപ്പാസിറ്റി വരുന്നത്. അതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. 60-65 ഓക്കെ. പിന്നെ ഇവിടെ ടെമ്പറേച്ചർ വരുന്നുണ്ട് വണ്ടീൻ്റെ. പിന്നെ ഇവിടെ അതേപോലെ ബ്രേക്ക് ഓയിൽ തീരാനാകുമ്പോഴാണ് ഈ ലൈറ്റ് കത്തുക. ഇത് എൻജിൻ ഓയിൽ, പിന്നെ റൈറ്റ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, ബാറ്ററി, ഹൈ ബീം, അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് വണ്ടിക്ക് വരുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ ഇത് ഇവിടെ കാണിക്കുകയാണെങ്കിൽ ഇവിടെ പാർക്കിങ്ങിൻ്റെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ എ സി വണ്ടിക്ക് വരുന്നുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ വർക്ക് ചെയ്യും, ചിലപ്പോൾ വർക്ക് ചെയ്യില്ല, പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്വിച്ച് വരുന്നത്, അത് എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റ് ഉണ്ട്. അത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 വിധത്തിൽ നമുക്ക് ഹാൻഡ് ഹൈ ബീം, ലോ ബീം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വൈപ്പറിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. വൈപ്പറിൻ്റെ സ്വിച്ച് എല്ലാം വർക്കിംഗ് ആണ്. യെസ്, കണ്ട മാരകമായിട്ട് വർക്കിംഗ്. അങ്ങനെ 4 അഡ്ജസ്റ്റ്മെൻറ്റ് മോഡുണ്ട്, ഹൈ ലോ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡുകളുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ വരികയാണെങ്കിൽ ലൈറ്റിൻ്റെ ഫങ്ഷൻസാണ് ഇവിടെ വരുന്നത്. റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹൈ ബീം, ലോ ബീം അങ്ങനെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് റൈറ്റ് സൈഡിൽ. അപ്പോൾ അത്രേ കാര്യങ്ങളെ വണ്ടീൻ്റെ ഇവിടെ ഉള്ളൂ. പിന്നെ വണ്ടീൻ്റെ സ്റ്റിയറിംഗ് വീല് വരികയാണെങ്കിൽ പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ല വണ്ടി, പക്ഷേ ഓടിക്കാൻ മാരക എക്സ്പീരിയൻസ് ആണ്. ഹോൺ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ബേസിക് കാര്യങ്ങളാണ് ഇവിടെ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മൊബൈൽ ചാർജിങ് ഫെസിലിറ്റി എല്ലാം ചെയ്തിട്ടുണ്ട്, DC to AC. അപ്പം വണ്ടി പൊളിയാണെന്ന് നമ്മളെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോക്സ് വരുന്നുണ്ട്, ഗ്ലൗ ബോക്സ്. സംഭവം സിമ്പിളാണ്, കിട്ടുന്നില്ലല്ലോ. യെസ്, കിട്ടി. ഇത്രയേ ഉള്ളൂ സാധനം. അത്യാവശ്യം സ്പേസിലുണ്ട്, ബുക്കും പേപ്പറെല്ലാം സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ടെന്ന് വെച്ചാൽ അതിനെപ്പറ്റിയൊന്നും വലിയ കഴിവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സാധനം ക്ലോസ്ഡായി, ഭയങ്കര സെറ്റപ്പാണ്. പിന്നെ ഡോറിനെ പറ്റി പറയാനാണെങ്കിൽ പവർ വിൻഡോ ഒന്നും വരുന്നില്ല, നമ്മൾ തിരിച്ച് തന്നെ കയറ്റണം. പിന്നെ ഡോറിൻ്റെ ഹാൻഡിൽ അങ്ങനെ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുള്ളൂ. അത്രയും ബേസിക് കാര്യങ്ങളാണ്. ഡ്രൈവർ സീറ്റിൽ അങ്ങനെ തന്നെ. പവർ വിൻഡോ വേണമെങ്കിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാം, പക്ഷേ അതൊന്നും ചെയ്തില്ല. വണ്ടീൻ്റെ ഫീൽ അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ഫ്രണ്ട്. ഈ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ ഈ ഗ്രില്ലിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ വണ്ടി വരുന്നത് ടാറ്റ സ്പാഷ്യോ ആണ് വണ്ടി വരുന്നത്, BS2. ഈ ഫ്രണ്ട് ഗ്രില്ല് മാത്രം നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ടാറ്റ വിക്ടൻ്റെ ഫ്രണ്ട് ഗ്രില്ല് കയറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ല് എന്ന് പറയുമ്പോൾ ഹെഡ്ലൈറ്റ്, ബമ്പർ എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇത് ടാറ്റ വിക്ടൻ്റെ മോഡലായിട്ട് ഫ്രണ്ട് മാറിയിട്ടുണ്ട്. പക്ഷേ വണ്ടി ടാറ്റ സ്പാഷ്യോ ആണ്.
ഇതാണ് ഫ്രണ്ടിൻ്റെ ഹെഡ്ലൈറ്റിൽ നമ്പർ വരുന്നത്. ഇവിടെ ഒരു ചെറിയ ലൈറ്റും ഉണ്ട്, ഒരു വലിയ ലൈറ്റും ഉണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നു. DRLും കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ഫോഗ് ലാമ്പെല്ലാം വെക്കാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ക്ലാമ്പ് ഉണ്ട്, വണ്ടി കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വലിക്കാൻ ക്ലാമ്പ് 2 കൊടുത്തിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് വേറൊരു ബമ്പറിൽ എക്സ്ട്രാ മാർക്കറ്റ് വെച്ച് വെക്കാം. ഇവിടെയുണ്ട് ഒരു സ്ലോട്ട് കാണുന്നത്. പിന്നെ അതേപോലെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അത്രയേ ഉള്ളൂ കാര്യങ്ങളെല്ലാം. ആണെങ്കിൽ ഇതെല്ലാം എക്സ്ട്രാ ചെയ്ത സ്റ്റിക്കറിങ് വർക്കാണ്. ഇവിടുത്തെ ഹുഡ് തുറക്കാനായിട്ട് ഇവിടെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ ഇങ്ങനെ വലിക്കണം. ഓക്കെ, ഓപ്പണായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയ ബട്ടണുണ്ട്, അതും കൂടി ഒന്ന് പിടിച്ചേക്കണം. യെസ്, കിട്ടി. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ്. കാറ്റൊക്കെ പണ്ടേ സ്റ്റീൽ കമ്പനി ഉള്ളതുകൊണ്ട് അത് എല്ലാത്തിനും പണ്ടേ നല്ല സ്ട്രോങ് ആണ് വണ്ടി. നല്ല വെയിറ്റ് ഉണ്ട്. ഹുഡ് എന്ന് പറയാം, 2 കൈയാണ് യൂസ് ചെയ്യണം. ഇതാണ് വണ്ടീൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇതാണ് 3000 cc ആണ് വണ്ടി വരുന്നത്. കാരണം ഇത്രയും ചെറിയൊരു പൈസക്ക് തന്നെ ഇത്രയും നല്ലൊരു എൻജിന് തരുന്ന ഒരേ ഒരു വണ്ടി ടാറ്റാ സുമോ ആയിരിക്കും. എന്നിരുന്നാലും വണ്ടി ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി. 407 ലോറികളിൽ യൂസ് ചെയ്യുന്ന സെയിം എഞ്ചിനാണ് ഈ വണ്ടിക്കും യൂസ് ചെയ്തിട്ടുള്ളത്. വണ്ടിയിൽ വരുന്നത് ടെർബോ ചാർജ്ഡ് എഞ്ചിനൊന്നും അല്ല, നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത്. നാച്ചുറൽ ആസ്പിറേറ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വണ്ടി കയറ്റെല്ലാം കയറുകയാണെങ്കിൽ ഇപ്പോൾ ടെർബോ ഉണ്ടെങ്കിൽ ടെർബോ കുറച്ചുകൂടെ വണ്ടിക്ക് എയർ ഇൻടേക്ക് കൂട്ടുകയും വണ്ടിൻ്റെ പിക്കപ്പ് കൂട്ടുകയിലാണ് ടെർബോ ഉണ്ടെങ്കിൽ ചെയ്യുക. പക്ഷേ ഇവിടെ ടെർബോ ഒന്നും ഇല്ല, നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ ആയതുകൊണ്ട് കയറ്റം കയറുമ്പോൾ ടെർബോ എഞ്ചിൻസിൻ്റെ അത്ര പവർ വണ്ടിക്ക് കിട്ടില്ല. എന്നാലും വണ്ടി നോർമലി കയറി അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇതാണ് ടെർബോ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ തമ്മിലുള്ള വ്യത്യാസം. വണ്ടിയിൽ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ് വരുന്നത്. ഇതിൽ ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ ടയർ സൈസ് 185/85 R16 LT ടയേഴ്സാണ് വണ്ടിക്ക് വരുന്നത്. 16 ഇഞ്ചിൽ ഇവിടെ സൈസ് ഉണ്ട്. അത് ശരിക്കും ഒരു ട്രാവലറിൻ്റെ, ഇപ്പോഴത്തെ ട്രാവലറിന് ചെറിയൊരു കൺവേർഷൻ വന്നിട്ടുണ്ട്. ഒരു ട്രാവലറിൻ്റെ ഏകദേശം സൈസ് ഉണ്ട് വണ്ടിൻ്റെ ടയറിനെന്ന് പറയുകയാണെങ്കിൽ. പിന്നെ ഇപ്പോൾ വണ്ടി ട്യൂബ്ലെസ് ടയേഴ്സ് ആക്കിയിട്ടുണ്ട്. വണ്ടി വരുന്ന ടൈം ട്യൂബ്ലെസ് അല്ല, ട്യൂബ് ടയേഴ്സ് തന്നെയായിരുന്നു. ഇപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് ട്യൂബ്ലെസ് ടയേഴ്സാക്കി മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 ടയേഴ്സും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് ഡിസ്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്, ബാക്കിലെല്ലാം ഡ്രം ബ്രേക്കാണ് വരുന്നത്. പിന്നെ വണ്ടിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുകയാണെങ്കിൽ 160 mm ആണ്. കാരണം ഇവിടെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ നടുക്കോട്ട് സൈലൻസിൻ്റെ അവിടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. അപ്പോൾ 160 mm ആണ് വണ്ടിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ വണ്ടി നല്ല ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നിന്നാൽ കൂടി നല്ല ഹൈറ്റ് ഉണ്ട്, എന്നെക്കാൾ നല്ല ഹൈറ്റ് വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ വണ്ടി 2 ടണ്ണോളം വണ്ടിക്ക് വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വെയിറ്റുള്ള വണ്ടിയൊന്നും. വിഷ് ബോൺ സസ്പെൻഷനാണ് വരുന്നത്. ബാക്കിൽ ലീഫ് സസ്പെൻഷനാണ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും, ലീഫ് സസ്പെൻഷനാണ് ബാക്കിൽ വരുന്നത്. വണ്ടിക്ക് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് ടാറ്റാ സുമോ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ഭയങ്കര ഹെൽപ്ഫുള്ളായി. നമുക്ക് വണ്ടി കയറണമെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് കയറൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കയറി ഇങ്ങനെ കൂളായിട്ട് കയറാൻ പറ്റുന്നുണ്ട്. വയസ്സായക്കും ഒരു ഹെൽപ്ഫുൾ തന്നെയാണ് ആ കാര്യം. ബാക്ക് സൈഡ് പറയുകയാണെങ്കിൽ ടാറ്റാ സ്പേഷ്യോ ഇവിടെ ബാഡ്ജിങ് ഉണ്ട്, SA എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ലൈറ്റ് പറയുകയാണെങ്കിൽ ഇവിടെ റിഫ്ലക്ഷനും ഇൻഡിക്കേറ്ററും പിന്നെ പാർക്കും ഇവിടെ തന്നെ, ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ്, പിന്നെ ഇവിടെ ഒരു റിഫ്ലക്ടർ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ബ്ലാങ്ക് സ്പേസ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ലൈറ്റ് എക്സ്ട്രാ വേണമെങ്കിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ വണ്ടീൻ്റെ സൈലൻസർ ഇവിടെയാണ് വരുന്നത്. മറ്റുള്ള പുതിയ മോഡൽ പിന്നെ ടാറ്റ 2006-10 ശേഷം വരുന്ന വണ്ടികൾക്കെല്ലാം സൈലൻസർ റൈറ്റ് സൈഡിലുള്ള വണ്ടീനെ കാണാൻ പറ്റുക. അപ്പോൾ വണ്ടീൻ്റെ സ്റ്റെപ്പിനി ഇവിടെ തന്നെ വരുന്നുണ്ട്. വണ്ടീൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഡോറായിട്ടാണ് വരുന്നത്. സ്പ്ലിറ്റ് സീറ്റ്സാണ് വണ്ടീൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അതിന് കയറാൻ വേണ്ടിയിട്ട് എന്തായാലും ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് റെസ്റ്റ് ചവിട്ടിയിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട് വണ്ടി കയറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു നല്ല കാര്യമായി. അപ്പോൾ വണ്ടീൻ്റെ സിറ്റിംഗ് പൊസിഷനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സുഖമുണ്ട്. വണ്ടിക്ക് മുമ്പിലൊന്നും അടിച്ചു പോകുന്നില്ല. വണ്ടിക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ. പക്ഷേ ഹെഡ് റെസ്റ്റിൽ നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ലോങ് പോകാനാണെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല. AC ഉണ്ടോ ഇല്ലയോ എന്നുള്ള പറ്റിയുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ വണ്ടിയിൽ വരുന്നുള്ളൂ. ലോങ് കാര്യങ്ങളെല്ലാം പക്ക വണ്ടിയിൽ കംഫർട്ടായിട്ടുണ്ട്. നമുക്കിനി സെക്കൻഡ് റോ സീറ്റിങ്ങിലേക്ക് പോവാം. സെക്കൻഡ് റോ ഡോർ ഇത്രേ തുറക്കാൻ പറ്റുള്ളൂ. മറ്റേ ടാറ്റ അൾട്രാസിൽ വരുന്ന പോലെയൊന്നും 90 ഡിഗ്രി ഡോസൊന്നും അല്ല. സെക്കൻഡ് റോ ആയാലും നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു മൂന്നാൾക്കും ഒരു മെലിഞ്ഞാൾക്കും വണ്ടിയിൽ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത്രയും സ്പേഷ്യസ് ആണ് വണ്ടി. പിന്നെ മുമ്പിലായാലും മുട്ടൊന്നും തട്ടുന്നൊന്നുമില്ല. പക്ക കംഫർട്ട് തന്നെയാണ് വണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് തരുന്നത്. പിന്നെ ഇത്ര കാര്യങ്ങളില്ലൂ. ഇവിടെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് അത്ര മടുപ്പൊന്നും തരുന്നില്ല വണ്ടീൻ്റെ ഭാഗത്ത് നിന്ന്. പക്ക കംഫർട്ടായിട്ട് ചാരി നിന്നിട്ട് പോവാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്കൊന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങുകയും ചെയ്യാം. അത്രയും കംഫർട്ടാണ് വണ്ടീൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. സീറ്റിംഗ് അല്ല. അടുത്ത തേർഡ് റോ എന്ന് പറയുമ്പോൾ ബെഞ്ച് സീറ്റാണ് വണ്ടിയിൽ വരുന്നത്. ബാക്കിൽ നിന്ന് വേണം അത് എൻ്റർ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഫുഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ സുഖമായിട്ട് കയറി പോവാം. ഇത് നല്ല സ്പേഷ്യസ് ആണ്. വണ്ടിൻ്റെ സ്പേസിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ടാറ്റാ സുമോയിലില്ല. ഓക്കെ, നല്ല സുഖമായിട്ട് തന്നെ വണ്ടിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ബെഞ്ച് സീറ്റ്സാണ് വണ്ടിയിൽ വരുന്നത്. ബെഞ്ച് സീറ്റ് ആകുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ലോങ് എല്ലാം പോകുമ്പോൾ ചിലർക്ക് ഛർദ്ദിക്കലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. ബെഞ്ച് സീറ്റ് ആകുമ്പോൾ പ്രശ്നമുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ബെഞ്ച് സീറ്റ് സാധാ സീറ്റിൻ്റെ അത്ര കംഫർട്ട് അല്ലെങ്കിൽ പോലും ഇരുന്നിട്ടെല്ലാം പോകാൻ പറ്റുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല.
നമ്മളൊരു 100 കിലോമീറ്റർ 150 കിലോമീറ്റർ ഒരു ചെറിയ ട്രിപ്പ് കണ്ണൂരിൽ തന്നെ ഈ വണ്ടിയിൽ ഇരുന്ന് പോയതാണ്. നമ്മൾ 10 ആൾക്കാർ വളരെ കംഫർട്ടായിട്ട് പോകാൻ പറ്റിയ ഒരു കുഴപ്പമില്ല വണ്ടീൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വണ്ടിൻ്റെ സീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പക്കം കംഫർട്ട് വണ്ടി തന്നെയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോയിൽ ഇനി ലോറി, കാർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെയുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ. കുറേ സ്ഥലമുണ്ടോ? ഇല്ല, പോ എൻ്റെ ഓക്കെ. അങ്ങനെ തന്നെ പോകണല്ലേ? വീട്ടിൽ നിൽക്കാൻ തന്നെ പോകണല്ലേ? അങ്ങനെ ഡോറ് തുറന്നെടുത്ത് പോകണം. നൈസായിട്ട് പോകുന്നുണ്ട് കേട്ടോ വണ്ടി പോകുന്നുണ്ട്. ആ കണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, വണ്ടി നൈസായി പോകും. സ്റ്റിയറിങ് പവർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം. കണ്ടു നൈസ് നൈസ്. ഇനി ആടിയൊന്നും ഇല്ലല്ലോ വണ്ടി അങ്ങോട്ട് അടുക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് ഉണ്ടോ ഒന്നും ഉണ്ട്, പക്ഷേ കൂടാതെ ഇതിലാണ് കൂടാ. ഫാമിലി ആയിട്ട് വന്നു ഓരോ ഈച്ച് കണ്ടു വരുമ്പോഴത്തേക്ക് നമുക്ക് റിവ്യൂ ചെയ്തിട്ട് താക്കോൽ എടുക്കാം. ബേക്കോട്ട് ആഞ്ചാണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയാണോ? ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെ കാല് വെക്കണ്ട ഇങ്ങനെയാണ്. അതെയാ? എനിക്കറിയാം. ഞാൻ പഠിച്ചേ ഇനി നേരെ ലോറിയിലേക്ക്. പിന്നെ കാലെല്ലാം മസിലേ ചേട്ടാ. അതെന്താ പക്ഷെ ഭയങ്കര ഫീല്. കാരണം ഇത് കാറല്ലല്ലോ, ഒരു ഹെവി വണ്ടിയിൽ പാടങ്ങിയത്. ശരിയായ ഹെവി വണ്ടി ഓടിക്കുന്ന ഫീൽ കേട്ടോ. ലോറിയെല്ലാം ഓടിക്കുന്നത് ഇത് നിങ്ങൾക്കൊന്നും പിടിക്കല്ല ചേട്ടാ. വെച്ചോട്ടില്ല വണ്ടി ബ്രേക്ക് നിൽക്കുകയില്ല, ഇങ്ങനെ കിടുകിടു നായി കളിക്കും. അത് ശീലായിട്ടാണ് ഓരോന്നും ശരിയാവും. അത് ടോപ്പിലെല്ലാം എത്തിയാലോ തിരുവാട് കിട്ടൂല. ഇതാ നിന്നാല് കേടിലല്ലേ ഇല്ലേ?